ടു കപ്പ് ലഞ്ച് ബൈ തന. അപ്പോൾ ഇന്ന് ഞങ്ങൾ കല്യാണത്തിന് വന്നേക്കാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ. ഹേ ഗൈസ്, ഹസ്ബൻഡിന്റെ അനിയന്റെ അതായത് പാപ്പന്റെ മോന്റെ കല്യാണത്തിന്റെ വ്ലോഗാണിത്. അപ്പോൾ താലികെട്ട് പെണ്ണിന്റെ വീട്ടില് അവരുടെ തറവാട്ട് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു താലികെട്ട്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടിട്ട് ഒരു ടെമ്പോ ട്രാവലിൽ കയറിയിരുന്നു. ആ ട്രാവൽസും വേറെ ഒന്നും അങ്ങോട്ട് എടുത്തില്ല, നല്ല റഷാണ്, തിരക്കായതുകൊണ്ട് അങ്ങോട്ട് കയറില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ വിഷമം തീർക്കാൻ വേണ്ടിട്ട് ഞാൻ കുറെ ഫോട്ടോസും റീൽസും എടുത്ത് നടക്കുന്നതാണ് ഈ കാണുന്നത്. പാപ്പന്മാരുടെ മക്കളും മരുമകളും മേമയൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് എത്തി വെച്ച് നിന്നു. പിന്നെയും റീൽസും ഫോട്ടോസും ഒക്കെ എടുത്ത് നടക്കാണ്. മക്കൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. താലികെട്ട് കഴിഞ്ഞിട്ടുള്ള പെൺവീട്ടുകാരുടെ ഫംഗ്ഷൻ നടക്കുന്നത് ചാവക്കാടുള്ള ശിവശക്തി ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ അവിടെ ടെമ്പിൾ വ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് അടിപൊളി ആയിരുന്നു ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. പിന്നെ നമുക്ക് പെണ്ണും ചെറുക്കനും വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിന്ന് ബോറടിക്കുകയില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാണ്. പപ്പയ്ക്കും ചിന്നയ്ക്കും നല്ല ഇഷ്ടപ്പെട്ടു, അവരവിടെ ഇരിക്കുന്നുണ്ട്. കുറെ നേരമായി ഇവിടെ നിൽക്കുന്നത്. അപ്പോ മക്കളാണെങ്കിലും ബോറടിക്കണു എന്ന് പറഞ്ഞു അകത്ത് പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെയും കൊണ്ട് അകത്ത് കയറാൻ പോകണം ഓഡിറ്റോറിയത്തിന്റെ. അപ്പോ അവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്, അവരത് കുടിക്കാണ് കേട്ടോ. അങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. അങ്ങനെ പെണ്ണും ചെറുക്കനും ഇതുവരെ എത്തിയിട്ടില്ല, നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മളെ കൂടെ വന്നവരുണ്ട്, പിന്നെ പെൺവീട്ടുകാരുണ്ട്. അങ്ങനെയായിട്ട് ഹാള് നിറച്ചു ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ചേച്ചിയും ചേച്ചിയുടെ ചേച്ചി അജിതേച്ചിയും വല്യമ്മയും ഒക്കെ കൂടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ പൊപ്പയും ചിന്തയും ചിനുബേബിയും അപ്പുച്ചേട്ടനും ഒക്കെ അവിടെ ഇരുന്നിട്ട് ഇടയ്ക്ക് കാർട്ടൂൺ കാണുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. അങ്ങനെ അവര് അവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ചിന്തയും ചിനും കൂടിയിട്ട് ഒന്ന് പിണങ്ങുന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ആളുകളുണ്ട്. അപ്പോ ചെറുക്കനും പെണ്ണും വന്നാലാണ് ഇനി ബാക്കി ഫംഗ്ഷനൊക്കെ. അപ്പൊ നമ്മൾ എന്തായാലും കുറച്ചും കൂടിയും ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വെച്ച് പുറത്തേക്ക് വീണ്ടും ഇറങ്ങി കേട്ടോ. അങ്ങനെ ചേട്ടനെ നോക്കി നടക്കണം. അപ്പൊ ചേട്ടൻ എന്തോ തിരക്കിൽ പെട്ടു. അപ്പോ നമ്മൾ രണ്ടുപേരും നിന്നിട്ട് കുറെ ഫോട്ടോസ് എടുക്കുകയാണ്. ഞങ്ങള് ഫോട്ടോസ് റീൽസ് ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോ പെണ്ണും ചെറുക്കനൊക്കെ വന്നു. ഞങ്ങള് ഭക്ഷണം കൊടുക്കാന്ന് വിചാരിച്ചു ബാക്കി പ്രോഗ്രാംസ് തുടങ്ങുന്നതിനുള്ളിൽ. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പപ്പയും ചിന്നയും കുറച്ച് കഴിച്ചുള്ളൂ, ഞാനും അതെ കേട്ടോ. പായസം കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ പാലടയും പരിപ്പ് പായസം ഉണ്ടായിരുന്നു. എനിക്ക് പരിപ്പ് അത്ര ഇഷ്ടമല്ല, പാൽപ്പായസമാണ് കുടിച്ചത്. പപ്പ കുടിച്ചു, ചിന്നയ്ക്ക് വലിയ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ചോറായി അത് കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ പെണ്ണിന്റെയും ചെറുക്കിന്റെയും ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം പോയി. ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും, ആ പാട്ട് വെച്ചിട്ടാണ് കേട്ടോ അവർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ പാട്ടൊന്നും ഇടാഞ്ഞത്, ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും പിന്നെ വേറെ കുറെ പെർഫോമൻസും പെൺവീട്ടുകാരുടെ ഉണ്ടായിരുന്നു. നമ്മളുടെ ഈവനിങ്ങിലായിരുന്നു കേട്ടോ. ശരത്തിന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. കാരണം ആള് അധികം സംസാരിക്കാത്ത റിസർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ശരത്തും അഖിലയും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. അപ്പൊ എല്ലാരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിന്ത വാശി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അവിടെ ഇങ്ങനെ നടക്കായിരുന്നു. ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് പാറു അതിലേ പോകുന്നത്. അങ്ങനെ പാറു ഹായ് തന്നിട്ട് പോവാണ് നമുക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ വീട്ടിലെത്തി നമ്മള് പെണ്ണും ചെറുക്കനും വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചേട്ടനുണ്ട്, ചേച്ചിന്റെ വല്യമ്മയുണ്ട്, ഹസ്ബൻഡിന്റെ കസിന്റെ ഹസ്ബൻഡ് ആണ് ഗണേഷ് ചേട്ടൻ, ആളും ഉണ്ട് നമ്മുടെ കൂടെ. അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പെണ്ണും ചെറുക്കനും വരുന്നത്. ചെറുക്കനും പെണ്ണും എത്തി. ഇനി അവരുടെ അകത്ത് കയറ്റേണ്ട ചടങ്ങുകളാണ് കേട്ടോ. അപ്പോ അരിയും പൂവെറിയല്, അതുപോലെ തന്നെ വിളക്ക് കൊടുത്ത് അകത്ത് കയറ്റലൊക്കെയാണ് ഈ നടക്കാൻ പോകുന്നത്. അപ്പോ ചെറുക്കന്റെ അമ്മയുണ്ട്, അമ്മായിമാരുണ്ട്, അവരാണ് ഈ ഒരു ചടങ്ങ് ചെയ്യാട്ടോ. ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്തെ ചടങ്ങുകളാണ്. അപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗത്തൊക്കെ ചടങ്ങുകൾ ഉള്ളതെന്നൊക്കെ കോമന്റ് ബോക്സിൽ പറയണം കേട്ടോ. അങ്ങനെ ദാ മേമ അരിയും പൂവൊക്കെ അവരുടെ തലയിൽ ഇടാണ്. അതിനുശേഷം അഖിലയുടെ കയ്യില് വിളക്ക് കൊടുക്കും, അത് അകത്തേക്ക് കൊണ്ടുപോകും കേട്ടോ, വലതുകാല് വെച്ചിട്ട്. അതാണ് ചടങ്ങ്. അങ്ങനെ ഞങ്ങള് അവര് കയറി കഴിഞ്ഞപ്പോ വെല്ലിശന്റെ വീട്ടിൽ പോയി അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങള് ഫ്രഷ് ആയി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഓർണമെന്റ്സ് ഒക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തു. അങ്ങനെ ദാ ചേട്ടനും ചേച്ചിയും വല്യമ്മയും ഒക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ് ഇവിടെ നിന്നിട്ട്. അപ്പൊ അപ്പൂനോട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് വീഡിയോസ് മക്കളായിട്ട് എടുത്തു തരാൻ, അവിടെ നല്ല ഗ്രീനറി അല്ലേ. അങ്ങനെ അപ്പു എടുത്തു തരാണ് വീഡിയോസ് ഒക്കെ. അത് കഴിഞ്ഞ് നമ്മള് ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ അത്യാവശ്യം ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ
നമ്മളവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ചെറുക്കനും പെണ്ണും ഒക്കെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇനി അവരുടെ ഒപ്പം ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. രാവിലെ ഒരു ഫോട്ടോ പോലും നമ്മളുടെ ചെറുക്കന്റെയും പെണ്ണിന്റെ ഒപ്പം ഇല്ല. ഞങ്ങൾ ഇതാ അവരുടെ ഒപ്പം ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ്. ഞങ്ങളുടെ ഡാൻസും തിരക്കൊക്കെ ആവുന്നതിനുള്ളില് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു. മക്കൾക്കും ഞങ്ങൾക്കും ഒക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ. ഫ്രൈഡ് റൈസ്, ചിക്കൻ, പൊറോട്ട, പത്തിരി, അപ്പം, അതുപോലെ തന്നെ ബീഫ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായി, പക്ഷെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ തീരെ സമയം ഉണ്ടായിരുന്നില്ല. ഒരുപാട് വീഡിയോസ് അതിനുള്ളിൽ ഇടേണ്ടതായിട്ടുണ്ടായിരുന്നു. ഓണത്തിന്റെ സീരീസ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് മെയിൻ അട്രാക്ഷൻ ഐസ്ക്രീം. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണല്ലോ നമുക്കും. അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് ഇതാ കഴിച്ചുകൊണ്ട് നടക്കാണ് കേട്ടോ അവര്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഡാൻസ് പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത്. വീഡിയോ ആയതുകൊണ്ട് സോങ് ഇടാൻ പറ്റില്ല. ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർക്ക് കണ്ടു നോക്കാം കേട്ടോ. കണ്ണാടി കൂടും കുട്ടി എന്നുള്ള പാട്ടിനാണ് ഞങ്ങൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ കുറെ പാട്ടിന് ഞങ്ങൾ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ എന്റെ കൂടെ കളിക്കുന്നത് ചേട്ടന്റെ വൈഫ് ഹരതി ചേച്ചി ഉണ്ട്, പിന്നെ അനിയന്റെ വൈഫ് വർഷ ഉണ്ട്, 2 ചേച്ചിമാരുണ്ട്, ബിന്ദു ചേച്ചിയും സിന്ധു ചേച്ചിയും, പിന്നെ മേമയുടെ 2 നാത്തുമാരുണ്ട്, ഒരു നാത്തുന്റെ മോളുണ്ട്, പിന്നെ വേറൊരു ചേട്ടന്റെ മോളുണ്ട്, പിന്നെ സിന്ധു ചേച്ചിയുടെ മോളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വലിയ പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരുവിധം കളിച്ചൊന്നും വിശ്വസിക്കുന്നു. അനിയന്മാരും സിന്ധു ചേച്ചിയുടെ മോനും ഒക്കെ കൂടിയിട്ട് നല്ല അടിപൊളി ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് പറഞ്ഞ പോലെ. പിന്നെ പിള്ളേരുടെ മാത്രം ഡാൻസ് ഉണ്ടായിരുന്നു, ഗാനമേളയും ഒക്കെ ആയിട്ട് കുറെ നേരം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.